കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ വി ഡി സതീശന്റെ ഈ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വരാത്തത്? ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സുകാരാ. അതായത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്ന മറുപടി എന്താ? അദ്ദേഹം സാധാരണഗതിയിൽ മറുപടി പറയും, എനിക്ക് SNDP നേതാക്കളുമായിട്ട് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് വലിയ ബന്ധമാണ്, ഊഷ്മള ബന്ധമാണ്, വളരെ വളരെ അടുത്ത ബന്ധമാണ്. സുകുമാരൻ നായർ എനിക്ക് ജ്യേഷ്ഠതുല്യനാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത്, അദ്ദേഹം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനാണെന്ന് പറയും. അതായത് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നിലപാട് വി ഡി സതീശനൊഴികെ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവ് ഇത്രയും ക്ലാരിറ്റിയോട് കൂടി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സത്യത്തിൽ ആ പ്രസ്താവനയോട് കേരളത്തിലെ മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന മനുഷ്യരെല്ലാം യോജിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ ഉണ്ടാകട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായ കക്ഷികൾ ഇരുകൂട്ടരും അല്ലെങ്കിൽ തന്നെ പ്രത്യേകിച്ച് പ്രകോപനമൊന്നും ഇല്ലാതെ തന്നെ കോൺഗ്രസിനെയും UDFനെയും നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായിട്ട് അവരെ അകറ്റി നിർത്താനും ആ മറുപക്ഷത്ത് സഹായിക്കാനും നിൽക്കുമ്പോൾ മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന അതൊരു കാപട്യമാകുന്നതെന്നും അതൊരു വികാരമാകണം അല്ലെങ്കിൽ അത് ഒരു ഹൃദയവികാരം തന്നെ ആവണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആ രീതിയിൽ സംസാരിക്കുന്നൊരു നേതാവ് കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദം പകരുന്ന ഒരു കാര്യമാണ്. കേരള സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം അനുസരിച്ച് ആ പ്രസ്താവനയെ അല്ലെങ്കിൽ ആ നിലപാടിനെ കേരളം ഏറ്റുവാങ്ങുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ രണ്ട് നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഈ മതനിരപേക്ഷതയുടെ പേരിൽ വി ഡി സതീശൻ നടത്തിയ പ്രസ്താവനകൾ കേരള സമൂഹത്തിൻ്റെ പൊതുവികാരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുള്ളവർ പോലും വലിയൊരു വിഭാഗം ഇത്തരമൊരു പ്രസ്താവന നടത്താൻ ധൈര്യം കാണിച്ച ആർജവം കാണിച്ച വി ഡി സതീശനെ അഭിനന്ദിക്കുമെന്നും അദ്ദേഹത്തോടൊപ്പം നിൽക്കുമെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.